ട്രീറ്റ്മെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോകുമ്പോഴത്തേക്കിനും ഇവര് നമ്മുടെ മുഖത്ത് പല്ലിന്റെ എക്സ്റേ ഒക്കെ എടുക്കും, എന്നിട്ട് സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്തൊരു 3D രൂപം ഉണ്ടാക്കും, എന്നിട്ട് ഈ സാധനം അവർക്ക് അയച്ചു കൊടുക്കും ആദ്യം, അല്ലേ? നമ്മൾ അപ്ലോഡ് ചെയ്യും. അവർക്ക് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അവരൊരു സുജിത്തിന്റെ സമയത്ത് മാനുവൽ ആയിരുന്നു. ഇപ്പം ഇൻവിസിലൈൻ പകുതിയിലധികം അവര് AI ആക്കി. അവരുടെ സോഫ്റ്റ്വെയറിൽ ഇടുമ്പോൾ അത് ഇത് കറക്റ്റ് ചെയ്ത് ഒരു പ്രിഫറൻസ്, അതായത് ഞാൻ ഇന്ന കേസിന് ഇന്ന രീതിക്ക് ഇന്ന മാതിരിയാണ് എനിക്ക് കറക്ഷൻ വേണ്ടതെന്ന് ഞാനൊരു പ്രിഫറൻസ് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ എനിക്കൊരു 6 hours ആണ് മാക്സിമം ടൈം കാണുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊരു റഫ് കിട്ടും. ആ റഫ് ഞാനിരുന്ന് പിന്നെ മോഡിഫൈ ചെയ്യും. അപ്പം ഞാനാണ് സുജിത്തിനെ കാണുന്നത്. സുജിത്തിൻ്റെ ചിരി എങ്ങനെയാ, സംസാരം എങ്ങനെയാ, ഭാവങ്ങൾ എങ്ങനെയാ, എത്ര പല്ല് കാണുന്നു, അത് ഫേഷ്യലിന് എന്ത് മാറ്റം, ലിപ്പിന് സ്ട്രെയിൻ ഉണ്ടോ, ഞാൻ പല്ല് താഴ്ത്തി കഴിഞ്ഞാൽ മൂക്ക് പ്രോമിനൻ്റ് ആവുമോ, താടി ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് പല്ലിനെ വൃത്തിയായ ഒരു പൊസിഷനിൽ എത്തിക്കും. നമ്മളെ കാണിച്ചു തരും. നമ്മൾ ഈ ആർക്കിടെക്റ്റുമാർ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മുടെ വീട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പല്ലിന്റെ നിരയൊക്കെ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറുന്നത് വരെ ഇവർ കാണിച്ചു തരും. എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ കാണിച്ചിരുന്ന വീഡിയോ എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. സുഹൃത്തിന് മനസ്സിലായിരുന്നു ആദ്യം കണ്ടു, പിന്നെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, അപ്പോഴാണ് നമുക്ക്. അതേപോലെ തന്നെ എല്ലാവരും അവരവരുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കണം ഏത് പല്ലാ നീങ്ങുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അലൈനർ ഇടുമ്പോൾ ചിലപ്പോൾ ഒരു അലൈനർ 2 പല്ലിന് മാത്രമേ ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ എനിക്ക് എപ്പം കോൾ വരും, ഡോക്ടറെ ഈ അലൈനർ ഇടുമ്പോൾ ഭയങ്കര ലൂസാട്ടോ, എന്തോ പ്രശ്നമുണ്ട്, എവിടെയെങ്കിലും ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഈ പല്ല് ടൈറ്റാണ്, ബാക്കി എല്ലാം ലൂസ്. നമ്മൾ അവിടെ മാത്രമേ ഈ ലൈനറിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ. അപ്പം നമ്മൾ ആ വീഡിയോ പ്രോപ്പറായിട്ട് കാണണം, പ്രോപ്പറായി കണ്ട് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമുക്കിത് ഭംഗി ഉണ്ടാവുമോ ഇല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇവര് നമ്മുടെ പല്ലിന്റെ അളവും മറ്റുമൊക്കെ എടുത്ത് ഈ സാധനം പണ്ട് മറ്റേ അച്ചൊക്കെ വെച്ചെടുക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സ്കാനിങ് ആണ്, ആ ടെക്നോളജി ഒക്കെ മാറി. എന്നിട്ട് ഇവരിത് അമേരിക്കയിൽ അവർക്ക് കിട്ടും. അവരവിടെ നിന്ന് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തേക്കുള്ള കിറ്റ് മൊത്തം നമുക്ക് അയച്ചു തരും. അങ്ങനല്ലേ? ഡിപ്പെൻഡൻസ് 6 മാസമെങ്കിൽ 6 മാസം അതിന്റെ സാധനം മൊത്തം അയച്ചു തരും. ഇത് നല്ല അടിപൊളി പെട്ടിക്കകത്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് നല്ല ലുക്കാ എല്ലാം വരും. എല്ലാ സാധനവും നമുക്ക് തരും. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് വീട്ടിൽ പോകാം. എന്നിട്ട് ശരിക്കും ഈ ഒരു 6 മാസം തന്നു കഴിഞ്ഞാൽ ഈ 6 മാസത്തിനിടയ്ക്ക് ഡോക്ടറെ കാണണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷെ പ്രിഫറബിളി ഇടയ്ക്ക് പോയി കാണാം. നാട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് കാണാൻ പറയും. പുറത്ത് സുഹൃത്തിനെ പോലെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ആ ഒറ്റ പ്രശ്നമുള്ളത് കൃത്യമായിട്ട് ഇടണം, കൃത്യമായിട്ട് മാറണം. ഇല്ലെങ്കിൽ 6 മാസം എന്നുള്ളത് 1 കൊല്ലോ 2 കൊല്ലോ എന്നെ പോലെയൊക്കെ ആവും. അതെ, സുഹൃത്ത് എന്ത് ചോദിച്ചാൽ കുറച്ച് ദിവസം വീട്ടിൽ വെക്കും. അതെ, അല്ല ഞാൻ അങ്ങനെയല്ല. ഞാൻ നമ്മൾ ഈ വാതോരാതെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളവളയായി പോകും. ചില സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു അക്ഷര സ്ഫുടതയൊന്നും വരില്ല. അത് ചെറിയൊരു വളരെ മൈൽഡ് ആണത്. പക്ഷെ ഞാൻ ചില സമയത്ത് പേഷ്യൻസിനോട് ഏറ്റവും പറയുന്നത്, ഇട്ട ഉടനെ എല്ലാവരും പറയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഇടയ്ക്ക് അത് കാണുമ്പോൾ വാങ്ങിച്ചു കഴിക്കും, ഇത് വാങ്ങിച്ചു അതിനിടയ്ക്ക് ഇത് ഊരാനും പിടിക്കാനും. അപ്പം ഞാനും പിന്നെ പകൽ മൊത്തം ഇതിടാം, രാത്രി മാത്രം ഇടുന്ന രീതിയിലൊക്കെ ആക്കി. അങ്ങനെ 6 മാസം എന്നുള്ള 1 കൊല്ലത്തേക്ക് ആക്കി. അപ്പം എന്നെ പോലെ മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചധികം വൈകും, വർക്കാവും, ഇച്ചിരി വൈകും. പിന്നെ ഈ പറഞ്ഞ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇവര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് പരിപാടി തീർക്കാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അപ്പോൾ ഇത് മൊത്തം അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ആണ്. ഇൻവിസിലൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും വേൾഡ് റൂൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. FDA അപ്രൂവ്ഡ് ആണ്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എമൗണ്ട് ഓഫ് കോംപ്ലിക്കേറ്റഡ് കേസസ് വേറെ ഞാൻ ഇതുവരെ. അതേപോലെ തന്നെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡുകൾ വരെ ഉണ്ട്, കമ്പനീസ് ഉണ്ട്. നമുക്ക് എണ്ണി തീരില്ല. എനിക്ക് എല്ലാ കമ്പനിയും അറിയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതില് കമ്പനികളെ ആലോചിച്ച് ഒരിക്കലും പേഷ്യൻസ് വറീഡ് ആവരുത്. അത് ഡോക്ടേഴ്സിന്റെ ഹെഡേക്കാ. ഏത് കമ്പനിയാണോ ആ ഡോക്ടറിന് കംഫർട്ടബിൾ ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്ന വെച്ചാൽ അത് ആ ഡോക്ടർ ചൂസ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ക്ലിനിക് എയിൽ പോകുന്ന കമ്പനി ആവില്ല ക്ലിനിക് ബി യൂസ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഡോക്ടർ. നമ്മൾ ലാബുമായിട്ട് നമ്മുടെ കണക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. പല ക്ലിനിക്കിലും ഇൻഹൗസ് അലൈനേഴ്സ് ഉണ്ട്. അതായത് കമ്പനിയായിട്ട് തുടങ്ങാൻ വെച്ചാൽ ക്ലിനിക്കുകാർക്ക് തുടങ്ങാലോ, അതിനാണ് ഇൻഹൗസ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഒത്ത ഓപ്ഷൻസും എല്ലാം ഉണ്ട്.
എലൈനർ ഏത് വേണം, എങ്ങനത്തെ വേണം, എത്ര കോസ്റ്റ് ആകും, ഇതെല്ലാം പേഷ്യൻ്റ് ഡിപ്പെൻഡഡ് ആണ്. ഇത് എല്ലാത്തിലും ഉണ്ടല്ലോ. മറ്റേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുമ്പോൾ സ്റ്റെൻഡ് ഇടുന്നതിന് വരെ ക്വാളിറ്റി പറയത്തില്ലേ? എല്ലാത്തിനും ഉണ്ട്. ഇത്ര രൂപയുടെ സ്റ്റെൻഡ് വേണോ, എത്ര രൂപയുടെ സ്റ്റെൻഡ് വേണോ എന്ന് ചോദിക്കത്തില്ലേ? നമ്മള് മുട്ട് മാറ്റി വെക്കുമ്പോൾ ടൈറ്റാൻ വേണോ, ക്രോമിയം വേണോ, ഇഷ്ടം ഓപ്ഷൻസ് ഞങ്ങളും കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എല്ലാം ബിസിനസ് ആണ് അല്ലേ? ബിസിനസ് തീർച്ചയായിട്ടും ബിസിനസ് ഉണ്ട്. കമോൺ, നമുക്ക് ബിസിനസ് ഇല്ലാത്ത ഒരു പ്രൊഫഷനും ഇല്ല. പക്ഷെ നമ്മൾ ഒറ്റ കാര്യം ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയും, ഒരു പേഷ്യന്റ് സ്മൈലിന് വേണ്ടി ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും അവർക്ക് അത് എമൗണ്ടാണ്. അത്ര പ്രത്യേകിച്ച് എനിക്ക് അഡൽട്ട് പേഷ്യൻസ് വരുമ്പോൾ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം, സുഹൃത്ത് പറഞ്ഞ പോലെ കല്യാണ സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു, കുട്ടിക്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചു, അച്ഛനും അമ്മയും കൊണ്ടുപോയില്ല. കല്യാണ സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു, അപ്പം അതിനൊരു വകയുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രാരബ്ധമായി, കുട്ടികളായി. ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയത് ഡോക്ടറെ, എനിക്ക് ഇനിയെങ്കിലും. അപ്പോൾ അവരത്രയും ആഗ്രഹിച്ചാണ് വരുന്നത്. നമ്മളിതിൽ എമൗണ്ട് എടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് റിസൾട്ട്സ് നമുക്ക് കൊടുക്കണം. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡോക്ടേഴ്സിനുണ്ട്. ഇല്ലെങ്കിൽ അതൊരു സങ്കടമുള്ള ഒരു കാര്യമാണല്ലോ, അത് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അപ്പം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ എലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഏത് കമ്പനി ഏത് ഡോക്ടറിന് ഫിക്സ് ആകും എന്നുള്ളത് ഡോക്ടറിൻ്റെ പേഴ്സണൽ ചോയ്സുകളാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കമ്പനിയിലേക്കാണ് അത് കംഫർട്ടാണ്, വേറെ ഒന്നുമല്ല.